ഫ്രണ്ട്സ്, എല്ലാവർക്കും അറ്റ്ലോസ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിറ്റ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചിറ്റ വീട്ടിൽ പോവാണ്, കോളിക്ക്. ഞങ്ങൾ ചിറ്റയുടെ കൂടെ പോവാണ്. അപ്പം വള്ളത്തെ ചെന്നിട്ട് വണ്ടി വരുന്നിടത്ത് വന്ന് ബസ് കയറിയിട്ട് നമ്മൾ കോട്ടയം ചെല്ലണം. കോട്ടയത്തു നിന്ന് പോകണം എവിടേക്ക്, കുമളിക്ക്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളൊന്നും എടുത്തില്ല. ഇത് കോട്ടയവും ഇടുക്കിയും വേർതിരിക്കുന്ന പാലമാണ്. പെരുവന്താനം കല്ലേപ്പാലം എന്ന് പറയും. അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. ഇതിപ്പോൾ കൈതച്ചക്കയുടെ തോട്ടമാണ്. കൈതച്ചക്കയും റബ്ബറുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. കാരണം നമ്മൾ വെള്ളക്കുഴി കിടക്കുന്ന നമ്മൾ മലമുകളിലേക്ക് പോകുന്നു. മലമുകളിൽ പെയ്യുന്ന വെള്ളം നമ്മുടെ ഇവിടെ എത്തുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന നമ്മൾ ഇപ്പോൾ തൻ്റെ ഒരു അത്ഭുത കാഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാനത് വായിച്ചിരുന്നു. ബോയ്സി എസ്റ്റേറ്റാണ്. തേയില, പിന്നെ കൈതച്ചക്ക, കാപ്പി ഒത്തിരിയുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. ഒത്തിരി കൃഷികൾ ചെയ്യുന്ന സ്ഥലമാണ് ബോയ്സി എസ്റ്റേറ്റ്. മുണ്ടക്കയത്തിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ മലയിലേക്ക് കൂടുമ്പം വളഞ്ഞങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇപ്പോൾ മഴ കുറവായത് കാരണം അധികം വെള്ളം ഒഴുകുന്നില്ല. മഴയുള്ളപ്പോൾ ധാരാളം വെള്ളവും ഒത്തിരി ജനങ്ങളും കാഴ്ചക്കാരായിട്ട് തിങ്ങി നിൽക്കുന്ന സ്ഥലമാണിത്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടുമലപ്പള്ളി എന്നാണ് പറയുന്നത്. ഈ പള്ളിയുടെ പേര് പട്ടുമലപ്പള്ളി എന്നാണ്. എനിക്ക് തോന്നുന്നത് തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ പച്ച പിരിച്ച പട്ടിൻ്റെ നടുക്ക് നിൽക്കുന്നത് കൊണ്ടാവാം ചിലപ്പം ഈ സ്ഥലത്തിന് പട്ടുമലപ്പള്ളി എന്ന് പേര് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതെൻ്റെ ഒരു വർണ്ണനയായിരിക്കാം. അപ്പം നമ്മളതും കടന്ന് ഇങ്ങനെ കിഴക്ക് പോയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ അത്ഭുതമായ കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. നമ്മുടെ അവിടെ പച്ച വിരിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ പച്ച വിരിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടമാണ്. ഇതിൻ്റെ നടുക്കിരിക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പണിയെടുക്കാൻ വരുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിന് ലയം എന്നാണ് പറയുന്നത് ഇവിടെ. എത്തി സ്ഥലം എത്തി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുട്ടനാട്ടിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ചിറ്റയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അച്ചുക്കുട്ടനൊന്ന് ചെറുതായിട്ട് ഛർദ്ദിച്ച്. ആദ്യമായിട്ടാണ് ഇത്ര യാത്ര ചെയ്യുന്നത്. കണ്ടോ, ഞങ്ങളുടെ ഇവിടുത്തെ ചിറ്റപ്പൻ കണ്ടോ, എൻ്റെ പൊന്നെ ഇരിക്കണ ഇരിപ്പ് കണ്ടോ, പാവം. അച്ചക്കുട്ടൻ എന്നാ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോ അച്ചക്കുട്ടൻ ഛർദ്ദിച്ചോ? അച്ചക്കുട്ടൻ പറഞ്ഞേ, അച്ചക്കുട്ടൻ എന്നാ പറ്റിയെന്ന് പറഞ്ഞേ ആണോ? അച്ചക്കുട്ടൻ ആരുടെ വീട്ടിലാ വന്നേക്കുന്നേ? ആരെ തങ്കുന്റെ വീട്ടിലാണോ വന്നേക്കുന്നേ? അയ്യോ, ഇനിയൊന്ന് കിടന്ന് ഉറങ്ങണം കുറച്ചു നേരം. എൻ്റെ പൊന്നിട്ടേ എന്നാ യാത്ര ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളിന്ന് പുറത്തോട്ടിറങ്ങുകയാണ്. ഇവിടെ അടുത്ത് കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ബോർഡർ
എന്നെ പാണ്ടിക്കുഴി അല്ലേ ഇല്ലേ? പാണ്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് തമിഴ്നാട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാമെന്ന് ചിറ്റ പറഞ്ഞു. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. നമ്മളീ നടന്നു പോകുന്ന ഇടവും വലവും ഏലക്കാടുകളാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ അത്ഭുതമുള്ള കാഴ്ചകളൊക്കെ. വണ്ടി വരുള്ളൂ. കണ്ടോ, ബാക്ക് സൈഡ് മൊത്തം ഏലക്കാടുകളാണ്. അപ്പോൾ നമുക്ക് പാണ്ടിക്കുഴി ചെന്നിട്ട് കാണാം വിശദമായ വിവരങ്ങൾ. അച്ചുവാനു ഇത് എവിടാ? അയ്യോ കാണുന്നില്ലല്ലോ. ഓ, കണ്ണാടി വെച്ച് ഫ്രീക്കായിട്ടാണ് പോണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഓ അതെ, ഇതുണ്ടോ, ഏലാണ് കേട്ടോ. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഇരു സൈഡുകളിലും ഏലക്കാടുകൾ. അച്ഛൻ വരുന്നടാ. ഏലക്കൊടി ഇതിൻ്റെ പൂവാണ്. ഇത് വിളവായിട്ടില്ല. വിളവാകുമ്പോൾ ഇതിൻ്റെ ഈ കൊടിയിൽ നിന്ന് പൂവൊക്കെ അടർന്ന് മാറും. ഉണ്ടോ, അവർക്ക് താഴ്ച അവിടെ ഇപ്പോൾ ഓട്ടം വരും കേട്ടോ. അടുത്ത കാഴ്ച എന്ന് പറയുന്നത് കുമളി 8-ാം മൈൽ പള്ളിയാണ്. അതായത് 8-ാം മൈലിൽ നിന്ന് ചന്നാർകോവിൽ പോകുന്ന വഴിക്കാണ് ഈ പള്ളിയുള്ളത്. ഇത് റോഡിന് മുകളിൽ ഒരു നിലയും റോഡിന് താഴേക്ക് 2 നിലയും ഉൾപ്പെടെ 3 നിലകളുള്ള പള്ളിയാണ് ഈ 8-ാം മൈൽ പള്ളി. അപ്പം നമ്മൾ അരുവിക്കുഴിയിലാണ് എത്തിയിരിക്കുന്നത്. അരുവിക്കുഴി. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവരാണ് കേട്ടോ. ഇവിടെ പാണ്ടിക്കുഴി എന്ന് പറയുന്നത് കൃത്യ സ്ഥലപ്പേര് അരുവിക്കുഴി എന്നാണ്. ഇവിടെ എന്നാൽ താഴെ ഭയങ്കര ഉയരത്തിലാണ്. അങ്ങേപ്പുറം കുഴിയാണ്. അത് അങ്ങ് കാണുന്ന തമിഴ്നാട് എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിൻ്റെ ബോർഡറാണ്. ഇവിടെ എല്ലാം സെക്യൂരിറ്റി ക്യാമറകൾ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങേപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് കുഴിയാണ്. കണ്ടോ? ഓ, ആ വരുന്നു. കൂടല്ലൂർ സിറ്റിയാണ് അങ്ങ് കാണുന്നതെന്നാണ് പറയുന്നത്. കൂടല്ലൂർ സിറ്റി ആയി കാണുന്നതെന്നാണ് ചിറ്റ പറയുന്നത്. ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ അരുവി ഇതിൽ ഒഴുകുന്നുണ്ടാണ് ചിറ്റ അരുവിക്കുഴി എന്ന് പറയുന്നത്. അച്ചു, അനു ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നല്ല ആഴമുള്ള സ്ഥലമാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ തെറ്റിപ്പോവും. ഇത് താഴെ പോയാൽ തമിഴ്നാട് പോലീസ് വേണം നമ്മളൊന്ന് എടുക്കാനെന്നാണ് പറയുന്നത്. നമ്മളെ എടുക്കുന്നത് ചിലപ്പോൾ നമ്മളറിയത്തില്ല കേട്ടോ. കാരണം നമുക്ക് ജീവനുണ്ടായിരിക്കത്തില്ല. അപ്പം നമ്മൾ പതുക്കെ തിരിച്ചു വിടുക. വരാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ അരുവിക്കുഴിയൊക്കെ കണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ്, അവിടെ കയറി 2 ഐസ്ക്രീം കഴിക്കണം. തിരിച്ചു പോകും. പിന്നെ നാളെ അല്ലേ, നാളെ അപ്പം ഇവിടെ അടുത്ത് തേക്കടിയിലല്ലേ, തേക്കടിയിൽ പുഷ്പമേള നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് മലയിറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. കേട്ടോ, നമ്മളാ മേളിൽ നിന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോഴേ കാല് എന്നിട്ട് ഉരുവിരിക്കുന്ന പോലെ തോന്നും. അങ്ങോട്ട് വീഴാനുള്ള ടെൻഡൻസി പോലെയൊക്കെ ഉണ്ട്. ഭയങ്കര ആഴമാണ് കേട്ടോ. ഇതിനൊക്കെ കൊക്കയെന്ന് പറയുന്നില്ലേ, കൊക്ക കണ്ടു. അനു, നീ അവിടെ പോവാനു? ഈ നിർത്തി പിടിച്ച് എന്നാ മേടിക്കാനാ? എന്താ കേട്ടില്ല? ഐക്യം മേടിക്കാൻ പോകണം. എന്നാ വാവ ഇറങ്ങി വാ. കയ്യിലൊന്നും പിടിക്കണ്ട, തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ അരുവിക്കുഴി കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇടുക്കി യാത്രയിലെ 2ാമത്തെ ദിവസമാണ്. നമ്മളിപ്പം തേക്കടി പുഷ്പമേള കാണാൻ വന്നേക്കാണ്. ഇവിടെ ബോർഡർ സൈഡ് ആയതുകൊണ്ട് തന്നെ തമിഴ് പാട്ടുകളൊക്കെ ഇട്ട് അങ്ങ് അർമാദിക്കുകയാണ് ഇവർ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്.
അപ്പം നമ്മൾ ആദ്യം തന്നെ ഇഷ്ടംപോലെ സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ തടി കൊണ്ട് നിർമ്മിച്ച സിംഹങ്ങൾ, ആന, ഒത്തിരിയധികം പൂക്കളുണ്ട്. പക്ഷേ ഇത് ഇന്നും കൂടെ ഉള്ളത് കാരണം ചിലപ്പോൾ ഇവർ പൂക്കളൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ട അറിവിനേക്കാൾ അത്ര ഒരു ഗുമ്മുണ്ടായിരുന്നില്ല ഈ പുഷ്പമേള. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അച്ചും അനുവും പുഷ്പമേള നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അവർ ഓരോ പൂക്കളും ഓരോ ചെടികളും അവർക്ക് വേണം, അവർക്ക് പറിക്കണമെന്നൊക്കെ ഭയങ്കര ആശയിലാണ് നടന്നത്. ആനയെന്നൊക്കെ പറഞ്ഞാൽ ഇതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അനിക്കുട്ടി എന്ന് പറഞ്ഞാൽ ആനയുടെ പുറത്ത് കയറാഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ നടക്കുമായിരുന്നു. ഫോട്ടോ എടുക്കാം മാർക്കേറ്റ്. അച്ചുകുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? അച്ചുകുട്ടി ഇവിടെ വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ ഒരു ഫോട്ടോ പ്രദർശനമൊക്കെ ഉണ്ട്. നമ്മൾ നല്ല നല്ല ഫോട്ടോസാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ജീവികളൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ എന്തോ പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടനാട്ടിൽ ഇഷ്ടം പോലെയുള്ളതാണ്, ഈ കൊക്കു പോലത്തെ ഈ ജീവി. അതോടൊപ്പം തന്നെ ഈ ഫോട്ടോഗ്രാഫറുടെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി അജന്ത എന്നാണ്. വേൾഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ് അദ്ദേഹത്തിൻ്റെ. നമ്മൾ ഇനി അടുത്ത സെഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോഴത്തേക്ക് കാണുന്നത് നമ്മൾ വിവിധ തരം റോസപ്പൂക്കളാണ്. പലതരം പല കളറ്, എന്തോ നല്ല കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. കാരണം നമ്മൾ എന്തൊക്കെ ടെൻഷനുണ്ടോ പൂക്കളെ നോക്കിയാൽ നമ്മുടെ ടെൻഷനൊക്കെ മാറും എന്ന് പറയുന്ന പോലെയാണ്. ഇത് സംരക്ഷിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇത് ഒത്തിരി എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കാണാം. നമ്മളിതിനകത്ത് 2 മണിക്കൂർ ചിലവഴിച്ചു. അപ്പോഴും ഓരോ മണിക്കൂർ ഇടവിട്ടും ആൾക്കാർ ഇതിന് വെള്ളം ഒഴിച്ച് സംരക്ഷിക്കുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ഒന്ന് വെച്ചല്ല ഒടിച്ചു പോകളെ കദളിയല്ലേ ഇത്? നല്ല വലിയ മരമാവുന്നത് ഇതോ? ഇതാ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് വീട്ടിൽ. ആ കദളി ഇത് കദളി കദളി തന്നെ വേറൊരു ഐറ്റം. ആ എന്നാ പിന്നെ അവിടെ അവിടെ വാ ഫോട്ടോ എടുക്കാം വാ. പ്രിയ സുഹൃത്തുക്കളെ, ഇത് കുഞ്ഞു റോസച്ചെടിയാണ്. ഒരേ കളറിലുള്ള റോസച്ചെടി, നല്ല ഭംഗിയാണ്. നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്.
ഏകദേശം പിങ്ക് ചെടിയാണത്. എൻ്റെ അമ്മോ, പച്ചപ്പിനിടയ്ക്കുള്ള ഈ പൂക്കൾ, എൻ്റെ പൊന്നോ, എന്നാ ഭംഗിയാണാവോ. നമ്മളിതിനകത്ത് ഇങ്ങനെ നിന്ന് പോകും കേട്ടോ കുറേ നേരം. നമ്മളതിനകത്ത് 2-2.5 മണിക്കൂർ ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. ഇല്ല, അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറത്തില്ല. അവിടെ ഇരുന്നു, അവിടെ ഇരിക്കി. ആ വണ്ടി പിടിക്കണ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പുഷ്പമേളയും കഴിഞ്ഞിറങ്ങി. ഇനി വീട്ടിൽ ചെല്ലുക. നാളെ രാവിലെ 6:45 ലേറ്റ് ബസ് 6:45 മലയിറങ്ങും. അപ്പം നാളെ 1-ാം തീയതിയാണ്. വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നാളെ ഇവിടുന്ന് മലയിറങ്ങും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചിറ്റയ്ക്ക് 2 മക്കളാണ്. മൂത്തവൻ രാഹുൽ, രണ്ടാമത്തവൻ രാകേഷ്. അവർ രണ്ടുപേരും സ്ഥലത്തില്ല. രണ്ടുപേരും കോയമ്പത്തൂർ ബേസിലാണ്, അവിടെ ജോലി ചെയ്യാണ്. അപ്പം ഈ വീഡിയോയ്ക്ക് ശേഷം ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ തൽക്കാലം ചിറ്റയും ചിറ്റപ്പനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇടുക്കി ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. രാവിലെ 6:50 ഇവിടുന്ന് ഒരു ചങ്ങനാശ്ശേരി ബസ്സുണ്ട്. നമ്മുടെ വീടിനടുത്തുനിന്ന് തന്നെയാണ്, ഇവിടെ ചിറ്റയുടെ വീടിനടുത്തുനിന്ന് തന്നെ. അപ്പോൾ 8-ാം മൈലിൽ പോകേണ്ടതില്ല, കുമളി പോകേണ്ടതില്ല. അപ്പോൾ നേരിട്ട് ചങ്ങനാശ്ശേരി ചെല്ലുക. അവിടുന്ന് കാവലം ബസ്സുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ കൊണ്ട് വീട്ടിൽ ചെല്ലും. അപ്പോൾ ഞങ്ങളുടെ ഇടുക്കി യാത്ര ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വിശേഷങ്ങളും വീഡിയോകളുമായി കുട്ടനാട്ടിൽ ചെന്നതിന് ശേഷം ടാറ്റാ ബൈ ബൈ. അച്ചക്കുട്ടി ടാറ്റ പറഞ്ഞേ. ചിറ്റപ്പൻ മൂകശോകനായിട്ടിരിക്കുക. ടാറ്റാ. പെട്ടെന്ന് നടന്നു.